ഹലോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇത് നമ്മൾ പഴം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചായക്ക് കടി തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള നമുക്ക് വീഡിയോ കാണാം. ചൂടായ പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗീയും യൂസ് ചെയ്യുക. ഗീ യൂസ് ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ബട്ടർ അല്ലെങ്കിൽ ഗീ ഉപയോഗിക്കുക. ഓയിൽ രണ്ടും ഇല്ലെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കിസ്മിസും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് എന്തെല്ലാം നട്ട്സുകളെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഈ ബട്ടറിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. അതിങ്ങനെ 4 ആയി കീറി കട്ട് ചെയ്തിട്ടതാണ് ഞാനിത്. ഇതേപോലെ തന്നെ ചെറിയ പീസസായി കട്ട് ചെയ്തിടണം. നിങ്ങൾ ഈ പഴം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല മധുരമുള്ള പഴുത്ത പഴം നോക്കി എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ പഴം പെട്ടെന്ന് മാഷായി കിട്ടും. പഴത്തിന് പഴുപ്പ് കുറവ് എന്നാണെങ്കിൽ നമുക്കിത് കുറച്ച് നേരം വഴറ്റിയെടുക്കേണ്ട സമയം, അതായത് മാഷായി കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. അതേ സ്ഥാനത്ത് നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം എൻ്റെ നല്ല പഴുത്ത മധുരമുള്ള പഴമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 5-6 ടേബിൾ സ്പൂണ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പഴമാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു വലിയ പഴമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനൊരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പം നമ്മൾ നട്ട്സ്, പഞ്ചസാര, തേങ്ങ, പഴം, ബട്ടർ ഇത്രയാണ് ഇട്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉന്നക്കായി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും. എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല. തലശ്ശേരിയിലെല്ലാം നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണത്. അപ്പോൾ ആ ഒരു ഉന്നക്കായിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്കും കൂടി ഉണ്ടാകുക. അപ്പോൾ ഉന്നക്കായി ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. പക്ഷേ അതിൽ ഈസി ആയിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കൽ ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി മാഷ് ചെയ്ത് കിട്ടണം കേട്ടോ. നമ്മളെ പാനിൽ നിന്ന് ഇത് നല്ലോണം ഉടഞ്ഞ് കിട്ടി പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവാകുന്നത് വരെ നമ്മളിതൊന്ന് തയ്യാറാക്കിയെടുക്കണം. ഇതിന് കുറേ സമയമൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ സമയം പിടിക്കുമെന്നില്ല. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാഷായി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ ഇത് നന്നായിട്ട് തന്നെ മാഷായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ നമ്മുടെ പഴം നമ്മുടെ പാനിൽ ഇങ്ങനെ ഒട്ടി വിട്ട് വരണം. ആ ഒരു രീതിക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബോളാക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും നമ്മുടെ പഴവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പഴത്ത് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൈവെള്ളയിലിട്ട് നമുക്കൊരു ബോളാക്കിയിട്ട് എടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബോളായിട്ടിട്ട് ഒരു ഇളം ചൂട് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ബോളായിട്ട് കിട്ടൂ. പിന്നെ ചിലർ ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈ പഴം വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോയ പോലെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈ ആയി പോയ പോലെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എൻ്റെത് അങ്ങനെ അധികം ഡ്രൈ ആയിട്ടില്ല. കുറച്ച് നനവ്, പഴത്തിന് തന്നെ നനവുണ്ട്. അത് നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ്. നല്ല പഴുത്ത പഴം അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഒരു മുട്ടയും കൂടി ബീറ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസും പഴവും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് നല്ലോണം റോൾ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെത് കുറച്ച് നനവുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്യേണ്ട, ഡയറക്റ്റ് ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ നനവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയിലോ അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക. ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ ഇടാണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാണ്ട്, പക്ഷേ ഫ്രൈ ചെയ്താലാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയും കുറച്ചും കൂടി ടേസ്റ്റിയെല്ലാം ഉണ്ടാകുക. പക്ഷേ ഹെൽത്തി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാണ്ട് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ നമുക്കൊരു ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഒരു 1/2 കപ്പ് ഓയിലല്ല, അതായത് ഇത് മുങ്ങിപ്പൊരിയുന്നതാണ് നല്ലത്. ഞാനിവിടെ മുങ്ങിപ്പൊരിക്കുന്നില്ല, ഞാനിത് പാനിൽ ജസ്റ്റ് നല്ലോണം റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹൈ ഫ്ലെയിം
ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു പുറത്തുള്ള ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് ബ്രൗൺ ആയി കിട്ടണം, അത്ര മാത്രമേ വേണ്ടൂ. ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതായി ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ റോൾ ചെയ്ത് അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറ്റിയെടുക്കണം. അതായത് ബ്രൗൺ കളർ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലാണ് നല്ലത്. ഇല്ലയെന്നാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയ ഒരു സ്നാക്കാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ഇതേപോലെ ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ബ്രെഡ് ക്രംസിൽ നോക്കിയോണ്ട് അധികം അങ്ങനെ ഓയിൽ കുടിക്കുന്നൊന്നുമില്ല കേട്ടോ. നല്ലോണം മുക്കി പൊരിച്ചാൽ ഇത്തിരി ഓയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഞാൻ കുറേ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.